Hello everyone. So today we are going to discuss about the goods and service tax, GST. അപ്പോൾ ജി എസ് ടിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫണ്ടമെൻ്റൽ കാര്യങ്ങളും പിന്നെ അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, കേരള സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് 2017, ഇത്തരം മാറ്റേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബിഫോർ ദാറ്റ്, എന്താണ് ടാക്സ്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ടാക്സ് എന്ന്. ബിക്കോസ് നമ്മൾ ഓരോ സിറ്റിസൺസും പേ ചെയ്യുന്നതാണ് ടാക്സ്. ഇറ്റ് ഈസ് എ കമ്പൽസറി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഈച്ച് സിറ്റിസൺ ടു ദ ഗവൺമെൻറ്. നമ്മൾ എല്ലാ സിറ്റിസൺസും ഗവൺമെൻറ്റിന് പേ ചെയ്യുന്ന ഒരു കമ്പൽസറി എമൗണ്ട് ആണ് ടാക്സ് എന്ന് പറയുന്നത്, അല്ലേ? എല്ലാ പബ്ലിക് യൂട്ടിലിറ്റീസിനും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് ടാക്സ് എന്ന് പറയുന്നത്. അത് കമ്പൽസറി ആണ്. ടാക്സിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ജനറലി നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയാറ് ടാക്സ് രണ്ട് ടൈപ്പ് എന്നാണ് പറയാറ്, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ടാക്സ് ആണ്. See, on the basis of impact and incidence of tax is classified into two, direct tax and indirect tax. Before that, impact and incidence of tax എന്ന് പറഞ്ഞു. So what is impact and incidence of tax? Incidence of tax എന്ന് പറയുന്നത് the point at which tax origins. ടാക്സ് ഒറിജിൻ ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ടാക്സ് മീൻസ് ആ ടാക്സിൻ്റെ ആ ഒരു ഫൈനൽ ബേർഡൻ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? അതായത് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ഏത് പോയിന്റിലാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്, ആ ഫൈനൽ ബേർഡൻ വന്ന് നിൽക്കുന്നത് ആരിലാണോ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമ്പാക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. സോ ഇൻ കേസ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ഈ ഇമ്പാക്റ്റ് ഓഫ് ടാക്സും ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്തായിരിക്കും? സെയിം പേഴ്സൺ ആയിരിക്കും. അതായത് ആരിലാണോ ടാക്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിനെ ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്? ടാക്സ് പേ ചെയ്യേണ്ടത്. സോ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒറ്റ വ്യക്തിയിൽ തന്നെ ആവുകയാണ്. അവിടെ വേറൊരു ഇൻ്റർമീഡിയേറ്റർ ആയിട്ട് ആരും നിൽക്കുന്നില്ല. ഡയറക്റ്റ് ആ പേഴ്സൺ തന്നെ എന്ത് ചെയ്യുന്നു? ടാക്സ് നമ്മൾ അതോറിറ്റിക്ക് പേ ചെയ്യുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് ഇൻകം ടാക്സ്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് ടാക്സ് ആകുമ്പോഴോ ഇമ്പാക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഒരു പേഴ്സണലായിരിക്കും. ടാക്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു പേഴ്സണലായിരിക്കും, ബട്ട് ഫൈനൽ ആയിട്ട് അതിൻ്റെ ബേർഡൻ വരുന്നത് മറ്റൊരാളിലേക്കായിരിക്കും. ഇൻഡയറക്റ്റ് ടാക്സിൽ എന്ത് ചെയ്യുന്നത്? ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ആരിലായിരിക്കും വരുന്നത്? ഫൈനൽ കൺസ്യൂമറിലേക്കായിരിക്കും വരുന്നത്. സോ ഇതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ടോപ്പിക് ജി എസ് ടി. സോ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളാണ് ജി എസ് ടി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യും. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ അത് രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റേറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നും സെൻട്രൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. സ്റ്റേറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് വരുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ടാക്സസ് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സസ് എല്ലാം സ്റ്റേറ്റ് ഇൻഡയറക്റ്റ് ടാക്സിനകത്തും വരും. സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സസ് എവിടെയും വരും? സെൻട്രൽ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അകത്തും വരും. സെൻട്രൽ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അകത്ത് വരുന്ന ടാക്സസ് ഏതൊക്കെയാണ്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി വരും, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി വരും, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി വരും. അതുപോലെ തന്നെ സർവീസ് ടാക്സ് അണ്ടർ ഫിനാൻസ് ആക്ട് 1994 വരും. അതിൻ്റെ അകത്ത് അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി, സെൻട്രൽ സർചാർജ്, സെൻട്രൽ സെസസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സെൻട്രൽ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അകത്ത് അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ടാക്സസ് എല്ലാം ആരാണ് കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ് കളക്ട് ചെയ്യുന്നത്. ആൻഡ് സ്റ്റേറ്റ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അകത്ത് വരുന്നത് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ് വരും, പർച്ചേസ് ടാക്സ് വരും, എൻട്രി ടാക്സ് വരും, ലക്ഷറി ടാക്സ് വരും, ലോട്ടറി ടാക്സ്, അങ്ങനെ കുറേ ടാക്സസ് ഇതിൻ്റെ അകത്ത് വരും. സ്റ്റേറ്റ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അത് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെയാണ്. സോ ഇപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെ അകത്ത് സ്റ്റേറ്റും ഉണ്ട്, സെൻട്രൽ ടാക്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ടാക്സിനെയും, സ്റ്റേറ്റ് ഇൻഡയറക്റ്റ് ടാക്സിനെയും സെൻട്രൽ ഇൻഡയറക്റ്റ് ടാക്സിനെയും കൂടി ചേർത്ത് ഒറ്റ ടാക്സ് വന്നതാണ് എന്ന് പറയുന്നത് ജി എസ് ടി എന്ന് പറയുന്നത്. സോ ജി എസ് ടി. അപ്പം നമുക്കിനി ഡീപ്പായിട്ട് ജി എസ് ടി എന്താണെന്ന് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST. It's a comprehensive indirect tax which is levied to goods and service or both. അത് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ രണ്ടിനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടാക്സ് രണ്ടിലും ലെവി ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? വിച്ച് ഇൻക്ലൂഡ്സ് മാനുഫാക്ചറിങ്, സെയിൽസ് ഓർ കൺസംഷൻ. ഇനി ഈ ജി എസ് ടി ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ്? മാനുഫാക്ചറിങ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, കൺസംഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജി എസ് ടി എന്ന് പറയുന്നത് എന്താണ്? ജി എസ് ടിക്കകത്ത് ഈ ഓരോ ഈച്ച് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ അഡീഷൻ നടന്നുകൊണ്ടിരിക്കും. ഓരോ സ്റ്റേജസിലും വാല്യൂ അഡീഷൻ നടന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഡ്രോപ്പ് എങ്ങനെയായിരുന്നു, ജി എസ് ടിയിലേക്ക് എത്തിയ ഒരു ജേർണി എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. സോ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു.
ഈ ഡബിൾ ടാക്സേഷൻ എഫക്റ്റും കാസ്കേഡിങ് എഫക്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, കുറച്ച് മാറ്റങ്ങൾ ഈ ടാക്സേഷൻ സിസ്റ്റത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഒരു ടാക്സ് ഈടാക്കിയിരുന്ന കുറച്ച് ഫോർമുലയൊക്കെ ഉണ്ടായിരുന്നു. അതായത് വാല്യൂ ഓഫ് ഗുഡ്സ് ഇൻറ്റു ടാക്സ് റേറ്റ് ബൈ 100 എന്നൊക്കെ പറയുന്നൊരു ഫോർമുലയിലാണിത് ടാക്സ് ലെവി ചെയ്തിരുന്നത്. 1974 LK-JA കമ്മിറ്റി വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. LK-JA കമ്മിറ്റി വാല്യൂ ആഡഡ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ സ്റ്റുഡൻസിന് ഇത് ഹിസ്റ്ററി കുറച്ചൊന്ന് ബോർ ആയതുകൊണ്ട് എന്താണ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സ്റ്റാർട്ടിംഗ് അല്ലേ, അപ്പോൾ നമുക്ക് നമ്മൾ കുഞ്ഞിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, LKG നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്താൽ മതി. LK-JA, ജി അല്ല ജായാണ് LK-JA കമ്മിറ്റി. അത് കഴിഞ്ഞ് 1986 സെൻട്രൽ എന്ത് ചെയ്യുന്നു, ഈ വാറ്റിനെ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് അല്ലെങ്കിൽ മോഡ് വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 1994 സെൻട്രൽ എന്ത് ചെയ്യുന്നു, സർവീസ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് 2004 വിജയ് കേൽക്കർ കമ്മിറ്റി ഇതിനെ സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ് എന്ത് ചെയ്യുന്നു, അടുത്തത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, സെൻ വാറ്റ്. നെക്സ്റ്റ് 2005 രാജചെല്ലയ കമ്മിറ്റി എന്ത് ചെയ്യുന്നു, വാറ്റ് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് അന്ന് സെയിൽസ് റെജിം ടാക്സ് ഒക്കെ അന്നേരം ഉണ്ടായിരുന്നു, അതിനെയൊക്കെ എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് വാറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇപ്പോൾ GST എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ പറയാണ് 2010 നമുക്ക് എന്ത് ചെയ്യണം, GST നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതുവരെ ഒരു ടൈം കൊടുത്തേക്കാണ്, കാര്യം ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഒരു എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കുകയാണ്. എന്താണ്, ഈ ഒരു GSTയുടെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ റോഡ് മാപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് അന്നത്തെ വെസ്റ്റ് ബംഗാളിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന അസീം ദാബ്സ് ഗുപ്ത ആയിരുന്നു. എന്താണ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ആ പുള്ളിക്കാരൻ്റെ കീഴിൽ എല്ലാ സ്റ്റേറ്റ്സിലെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. സോ ഫിനാൻസ് മിനിസ്റ്റർ എന്താണ് 2010 വരെയാണ് ഒരു ടൈം ലിമിറ്റ് കൊടുത്തിരുന്നത് അല്ലേ, ഇത് ഡിസൈൻ ചെയ്യാനായിട്ടൊക്കെ. ഇപ്പോൾ 2008 2008 കൊണ്ട് എന്ത് ചെയ്തു, ഈ ഒരു റോഡ് മാപ്പ് എന്ത് ചെയ്തു, ഡിസൈൻ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ റിപ്പോർട്ട് എന്താണ് 2008 എന്ത് ചെയ്യുന്നു, ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. 2009 ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അതായത് ഈ പറയുന്ന ഈ എല്ലാ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് അല്ലെ, സ്റ്റേറ്റിലുള്ള എല്ലാ ഫിനാൻസ് മിനിസ്റ്റേഴ്സും വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്ന ഈ ഒരു റോഡ് മാപ്പൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഇൻപുട്സ്, അവരുടെയൊക്കെ ആ ഒരു സജഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ഒരു ഡിസിഷൻ പേപ്പർ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഡിസിഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ഡിബേറ്റ് നടത്തുകയാണ്. ഈ സെൻറ്റർ എന്ത് ചെയ്യുന്നു, ഈ ഡിബേറ്റിൻ്റെ അകത്ത് ഡ്യുവൽ GST സിസ്റ്റത്തെ പറ്റി പറയുന്നുണ്ട്, സജസ്റ്റ് ചെയ്തു. ഡ്യുവൽ GST സിസ്റ്റം എന്ന് പറയുന്നത് 2 ടൈപ്പ് GST ആണ്, സെൻട്രൽ GSTയും സ്റ്റേറ്റ് GSTയും. സെൻട്രൽ GST എന്ന് പറയുമ്പോൾ ഈ GST കളക്ട് ചെയ്യേണ്ട ആരാണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ്. സ്റ്റേറ്റ് GST എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അകത്ത് വരുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എല്ലാം എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യണം. അതാണ് ആ ഒരു ഡ്യുവൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആര് സജസ്റ്റ് ചെയ്തു, ഈ പറയുന്ന സെൻറ്റർ എന്ത് ചെയ്തു, സജസ്റ്റ് ചെയ്തു. അവിടെ നടന്ന ആ ഡിബേറ്റിൽ നടന്നൊരു സജഷനായിരുന്നു ഇത്. അങ്ങനെ നമ്മൾ 2014 എത്തി. 2014 എത്തുമ്പോൾ ഓൾറെഡി ഡിസ്കഷനും കാര്യങ്ങളെല്ലാം നടന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊന്ന് GST ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. കാരണം നിലവിലുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, GST ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ എന്ത് വേണം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്താണ് അവിടെ ആവശ്യമുണ്ട്. സോ അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു GST ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആരാണ് പറയുന്നത്, അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായ അരുൺ ജെയ്റ്റ്ലിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിനെ പറ്റി പറയുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, 2015 ആയപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 101st അമെൻമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. ലോക്സഭ എന്ത് ചെയ്തു, 2015 ലോക്സഭ ഈ 101st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പാസ്സാക്കി. ആൻഡ് 2016 രാജ്യസഭ അതെന്ത് ചെയ്തു, റാറ്റിഫൈ ചെയ്തു. 17 സ്റ്റേറ്റ്സ് ഔട്ട് ഓഫ് 29 സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽ എന്ത് ചെയ്തു, റാറ്റിഫൈ ചെയ്തു. സോ 8 സെപ്റ്റംബർ 2016 നമ്മുടെ BJP ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, GST ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇതാണ് ജസ്റ്റ് ഒരു GSTയുടെ ഒരു ജേർണി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആക്കാം അല്ലേ, എന്താണ് ഇപ്പോൾ പറഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാം. സോ 1974 വാറ്റ് വന്നു, 1986 എന്ത് ചെയ്തു, മോഡ് വാറ്റ് വന്നു, 1994 സർവീസ് ടാക്സ്, 2004 സെൻ വാറ്റ്, 2005 വീണ്ടും വാറ്റ് കൊണ്ടുവന്നു. ഐ മീൻ സെയിൽസ് റെജീം ടാക്സ് മാറ്റിയിട്ട് വാറ്റ് വന്നു. 2008 റോഡ് മാപ്പ് പ്രസൻറ്റ് ചെയ്യാണ്. 2009 ഡിസ്കഷൻ പേപ്പർ വെച്ചു. 2014 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വേണമെന്ന് തീരുമാനിച്ചു. 2015 എന്ത് ചെയ്യുന്നു, ഈ അമെൻമെൻറ്റ് പാസ്സാക്കി, ലോക്സഭ പാസ്സാക്കി. 2016 രാജ്യസഭ പാസ്സാക്കി. ആൻഡ് 8 സെപ്റ്റംബർ 2016 പ്രസിഡന്റ് അസെൻറ്റ് ചെയ്തു. ആൻഡ് GST എന്ത് ചെയ്യുന്നു, പിന്നെ നിലവിൽ വരികയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ടൈപ്സ് ഓഫ് GSTയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നോക്കുന്നത്. സോ GST എന്ന് പറയുന്നത് മെയിൻലി 6 ടൈപ്സ് ആണുള്ളത്. ഒന്ന് സ്റ്റേറ്റ് GST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്,
യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST ഓൺ കോമ്പൻസേഷൻ സെസ് വരുന്നുണ്ട്, IGST ഓൺ ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് വരുന്നുണ്ട്. നമുക്കൊന്ന് രണ്ട് രീതിയിൽ നമുക്കൊന്ന് രണ്ട് കാറ്റഗറി പോലെ പറയാം. ആദ്യം ഇത് നാലെണ്ണം ഒരു കാറ്റഗറി ആയിട്ട് പറയാം, ആൻഡ് ഇത് രണ്ടെണ്ണം. സോ GST കോമ്പൻസേഷൻ സെസ്സിൻ്റെ അത് പറയുന്നത് GST ഈസ് ലെവിഡ് ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ ടു ദ സ്റ്റേറ്റ്സ്. അതായത് ഈ GST ഇംപ്ലിമെൻറ്റ് ചെയ്തത് കൊണ്ട് റവന്യൂവിൽ എന്തെങ്കിലും ലോസ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ഈ ഒരു GST കോമ്പൻസേഷൻ സെസ് കൊണ്ടുവന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ IGST ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് മീൻസ് അതെന്ന് വെച്ചാൽ ഈ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സെസ്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെസ്. അപ്പോൾ ആ ഒരു സെക്ഷനിലേക്കാണ് എന്ത് പറയുന്നത് IGST ഓൺ ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറി ആ ഒരു 4 ഞാൻ ജസ്റ്റ് ഒന്ന് ഈസി ആക്കാൻ വേണ്ടി ഡിവൈഡ് ചെയ്തതാണ്. അതിൽ SGST, CGST, IGST, UTGST. SGST മീൻസ് സ്റ്റേറ്റ് GST ആണ്, അത് ഒരു സ്റ്റേറ്റിനകത്തുള്ള സ്റ്റേറ്റ് GST. CGST മീൻസ് സെൻട്രൽ GST, സെൻട്രലിനുള്ളിൽ വരുന്ന സെൻട്രൽ ഗവൺമെൻറ് ലെവി ചെയ്യുന്നതാണ്. IGST മീൻസ് ഇൻ്റഗ്രേറ്റഡ് മീൻസ് രണ്ട് സ്റ്റേറ്റുകളുടെ ഇടയിലാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വരുന്നതെങ്കിൽ. UTGST മീൻസ് യൂണിയൻ ടെറിട്ടറി GST, യൂണിയൻ ടെറിട്ടറിക്കുള്ളിലാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വരുന്നതെങ്കിലുള്ള കേസാണ്. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള 4 ടൈപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ എല്ലാ ടൈപ്സിലും ഈ 4 ടൈപ്സിലായിരുന്നാലും ശരി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതിലായിരുന്നാലും എന്താണ് അവിടെ സംഭവിക്കുന്നത്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് സംഭവിക്കുകയാണെങ്കിലാണ് എന്തവിടെ ഈടാക്കുന്നത്? GST ഈടാക്കുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് GSTക്കകത്ത് ഇപ്പോൾ സ്റ്റേറ്റ് GSTക്കുള്ളിൽ ഉണ്ടായിരുന്നത് പർച്ചേസ് ടാക്സ്, നേരത്തെ പറഞ്ഞു പർച്ചേസ് ടാക്സ് ഉണ്ട്, എൻട്രി ടാക്സ് ഉണ്ട്, ലക്ഷറി ടാക്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് ടാക്സുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി എന്താണ് സബ്സ്യൂം ചെയ്തിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? സ്റ്റേറ്റ് GST വന്നിരിക്കുന്നത്. എല്ലാത്തിനും ചേർത്ത് ഒറ്റ ഒരു ടാക്സ് സിസ്റ്റം വന്നു, GST, സ്റ്റേറ്റ് GST. CGST മീൻസ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. CGSTക്കകത്ത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്, ലെവി ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഓക്കെ, സോ ഇപ്പോൾ CGSTക്കകത്ത് ഏതൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്? ഇൻട്രാ സ്റ്റേറ്റ് GST, ഇൻട്രാ യൂണിയൻ ടെറിട്ടറി GST, എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, അതുപോലെ തന്നെ സെൻട്രൽ സർചാർജ്, സെൻട്രൽ സെസസ്. അപ്പോൾ ഇതൊക്കെ സെൻട്രൽ GST സബ്സ്യൂം ചെയ്ത് അതിൻ്റെ GSTക്കുള്ളിലേക്ക് വന്നിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇനി IGST എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്റ്റേറ്റ്. നമ്മൾ ഓൾറെഡി സ്റ്റേറ്റിൻ്റെ അകത്ത് നടക്കുന്ന കാര്യം പറഞ്ഞു, മനസ്സിലായില്ലേ? ഇതെന്ന് വെച്ചാൽ ഈ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ, സ്റ്റേറ്റിൻ്റെ ഉള്ളിലല്ലാണ്ട് 2 സ്റ്റേറ്റുകൾക്കിടയിലാണ് ഈ ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വരുന്നതെങ്കിൽ എന്താണ്? അവിടെയാണ് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വരുന്നത്. ഇത് CGST ഇത് കളക്ട് ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി UTGST മീൻസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻസൈഡ് യൂണിയൻ ടെറിട്ടറീസ്. അതാണ് UTGST എന്ന് പറയുന്നത്. മൊത്തം 6 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത് അല്ലേ? ഒന്ന് GST ഓൺ കോമ്പൻസേഷൻ സെസ് ഉണ്ട്, പിന്നെ IGST ഓൺ ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ്. അടുത്ത 4 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? SGST, IGST, CGST ആൻഡ് UTGST. നമ്മൾ പറഞ്ഞ ഈ ഒരു 6 ടൈപ്സ് ഓഫ് ടാക്സ്, ഇതിൽ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം കീ പോയിന്റ് അല്ലെങ്കിൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് എന്ത് ചെയ്ത് ഈ ടാക്സ് എല്ലാം ലെവി ചെയ്തിരിക്കുന്നത്. അത് എവിടെയൊക്കെ ഏത് ഗവൺമെൻറ് ആണ് അത് കളക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമാണ് എന്തുള്ളത് അതിനകത്തേക്ക് വരുന്നത്. ഇനി നമ്മൾ ഈ GSTയുടെ സ്കെഡ്യൂൾസ് ആൻഡ് റേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ GSTയുടെ റേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു 4 ടയർ സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് 0 റേറ്റ്, അതായത് നിൽ റേറ്റ് വരുന്നുണ്ട്. സെക്കൻഡ് കാറ്റഗറി മീൻസ് ലോവർ റേറ്റ് ആണ്, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. നെക്സ്റ്റ് വൺ സ്റ്റാൻഡേർഡ് റേറ്റ് 18% ആണ് സ്റ്റാൻഡേർഡ് റേറ്റ് വരുന്നത്. ആൻഡ് തേർഡ് ഹയർ റേറ്റ് 28%. അപ്പോൾ ഈ നമ്മുടെ ഈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ ഷെഡ്യൂൾ അനുസരിച്ച് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചില പ്രോഡക്ട്സ് എന്തിൽ വരുന്നു? 0 റേറ്റിനുള്ളിൽ വരുന്നു, ചിലത് ലോവർ റേറ്റിൽ വരുന്നു. ആൻഡ് സം പെർട്ടിക്കുലർ ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റേറ്റിനകത്ത് വരും. ആൻഡ് ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് എന്തിൽ വരുന്നു? ഹയർ റേറ്റിലേക്ക് വരും. 28% എന്ന് പറഞ്ഞാൽ ലക്ഷറി ഐറ്റംസിനാണ് ഹയർ റേറ്റ് വരുന്നത്. ഹ്യൂമൻ കൺസംഷൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ GST ഫ്രീ ആണ്, GSTക്കകത്ത് വരുന്നതല്ല. ഓക്കെ, ഇനി നമുക്ക് GSTയുടെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഒക്കെ നോക്കാം. അപ്പോൾ ഫീച്ചേഴ്സിൽ വരുമ്പോൾ നമ്മൾ എന്താണ് ഇത്രയും നേരം പറഞ്ഞ GSTയുടെ ഓവറോൾ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഫീച്ചേഴ്സിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. എന്താണ് GST എന്ന് പറയുന്നത്? സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന് ലെവി ചെയ്യുന്ന ടാക്സാണ് GST. ആൻഡ് അതെന്താണ്? കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്, കൺസ്യൂമറാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത്? ആ ഒരു നെറ്റ് GST പേ ചെയ്യുന്നത്. ആൻഡ് കൺകറൻറ്റ് ഡ്യുവൽ GST ആണ്, സെൻട്രൽ GST എന്നും സ്റ്റേറ്റ് GST എന്നും പറഞ്ഞ് 2 കൺകറൻറ്റ് ഡ്യുവൽ GST ആണ്. ആൻഡ് ടൈപ്സ് ഓഫ് GST വരുമ്പോൾ എന്തൊക്കെ വരും? CGST വരും, സെൻട്രൽ വരും, SGST വരും, സ്റ്റേറ്റ് GST വരും, IGST ഇൻ്റഗ്രേറ്റഡ് വരും, UTGST യൂണിയൻ ടെറിട്ടറി വരും. ആൻഡ് GST കോമ്പൻസേഷൻ സെസ് വരുന്നുണ്ട്, IGST ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ടാക്സബിൾ ഇവൻറ്റ്സ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ഔട്ട്സൈഡ് പെർവ്യൂ ഏതാണ്?
ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇലക്ട്രോണിക് റിട്ടേൺ, നമുക്ക് ഇലക്ട്രോണിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GST ഫൈൻ ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ബെനിഫിറ്റ്സിൽ വരുന്നത് ബൂസ്റ്റ് ഇൻ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിനെ ബൂസ്റ്റ് ചെയ്യുന്നു. ആൻഡ് എലിമിനേഷൻ ഓഫ് ഡബിൾ ടാക്സേഷൻ, അതായത് കാസ്കാഡിംഗ് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നു. ഫ്രീ ഫ്ലോ ഓഫ് ട്രേഡ് ആൻഡ് യൂണിഫോമിറ്റി ഇൻ റേറ്റ്, ബെനിഫിറ്റ് ഫോർ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിക്ക് ബെനിഫിറ്റ് ആവുന്നു. പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് ആണത്. ആൻഡ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ബെനിഫിറ്റ് ആണ്, ഹൗ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. ആൻഡ് ഇനി ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഓർത്തെടുക്കാം. നമുക്ക് സെൽഫ് അസിസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, പിന്നെ സിംപ്ലിഫൈഡ് ആൻഡ് ഓട്ടോമേറ്റഡ് ആണ്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് പറയാൻ പറ്റും. സോ ഇതൊക്കെയാണ് എൻ്റെ മേജർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ കേരള സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് 2017. ഈ ആക്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അകത്ത് വരുന്ന ആക്ടാണ്. പിന്നെ അതുള്ള കുറച്ച് പ്രൊവിഷൻസും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ GST ആക്ട് 2017 അകത്ത് വരുന്ന സെയിം പ്രൊവിഷൻസും കാര്യങ്ങളും തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, ഈ ആക്ടിൻ്റെ അകത്തും വരുന്നത്. അപ്പോൾ ജസ്റ്റ് കുറച്ച് പ്രൊവിഷൻസ് ഏതൊക്കെയാണ്, സെക്ഷൻസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ പ്രൊവിഷൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷനാണ് പറയാൻ പോണേ. അഡ്മിനിസ്ട്രേഷനകത്ത് കുറച്ച് സെക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോണത് സെക്ഷൻ 3. സെക്ഷൻ 3 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓഫീസേഴ്സ് അണ്ടർ ദിസ് ആക്ട് ആണ്. ഈ ആക്ടിൻ്റെ അകത്ത് ഏതൊക്കെ ഓഫീസേഴ്സാണ് വരുന്നത് എന്നുള്ളത്. കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ടാക്സ് വരുന്നുണ്ട്, സ്പെഷ്യൽ കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ടാക്സ് വരുന്നുണ്ട്, അഡീഷണൽ കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ടാക്സ് വരുന്നുണ്ട്, ജോയിൻറ്റ് കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ടാക്സ്, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ടാക്സ്, അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ടാക്സ്. അതുപോലെ തന്നെ മറ്റ് ഓഫീസേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്ന കേരള വാല്യൂ ആഡഡ് ടാക്സ് ആക്ട് 2003 പ്രകാരം വരുന്ന മറ്റ് ഓഫീസേഴ്സ് എല്ലാം ഏതിൻ്റെ കീഴിൽ വരികയാണ്, ഈ ഒരു ആക്ടിൻ്റെ അകത്ത് വരികയാണ്. സെക്ഷൻ 3 പറയുന്നത് ഓഫീസേഴ്സ് അണ്ടർ ദിസ് ആക്ട് ആണ്. ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 7 ആണ്. സെക്ഷൻ 7 ഡീൽ ചെയ്യുന്നത് സ്കോപ്പ് ഓഫ് സപ്ലൈ ആണ്. സ്കോപ്പ് ഓഫ് സപ്ലൈക്കകത്ത് വരുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓർ ബോത്ത്. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ സ്പെസിഫൈഡ് ഇൻ Schedule 3 പറയുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷനും ഇതിൻ്റെ സ്കോപ്പിൻ്റെ അകത്ത് വരുന്നതാണ്. ആൻഡ് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻ അണ്ടർടേക്കൺ ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ എനി ലോക്കൽ അതോറിറ്റി, ഇതും ഇതിൻ്റെ സ്കോപ്പിനുള്ളിൽ വരുന്നതാണ്. സോ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ള സ്കോപ്പ് എന്ന് പറയുന്നത്. അടുത്തത് സെക്ഷൻ 9 ആണ്. സെക്ഷൻ 9 പറയുന്നത് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് ആണ്. ഈ ടാക്സ് ആരാണ് കളക്ട് ചെയ്യുന്നത്, ഏതിലൊക്കെയാണ് അത് ലെവി ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഓഫ് കോഴ്സ് കേരള സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് ആണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് അത് കളക്ട് ചെയ്യുന്നത്. ആൻഡ് ഇനി ചില പ്രോഡക്ട്സ് ലൈക്ക് പെട്രോളിയം പ്രോഡക്ട്സ്, നാച്ചുറൽ ഗ്യാസ്, ഹൈ സ്പീഡ് ഡീസൽ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോഡക്ട്സിന് ഗവൺമെൻറ് എന്തെയും ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റ് വിത്ത് എഫക്ട് ഫ്രം സച്ച് ഡേറ്റ് ദാറ്റ് ഈസ് റെക്കമെൻഡ് ബൈ ദ ഗവൺമെൻറ്, അത് മുതലുള്ളതാണ് GST ഈടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ജസ്റ്റ് സെക്ഷൻസ് ഏതൊക്കെ സെക്ഷൻ ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി. അടുത്ത രജിസ്ട്രേഷൻ നമ്മൾ പറയാൻ പോണേ. സോ രജിസ്ട്രേഷൻ്റെ അകത്ത് വരുന്നത് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 22 ആണ്. സെക്ഷൻ 22ൻ്റെ അകത്ത് പറയുന്നത് പേഴ്സൺസ് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ, ഏതൊക്കെ വ്യക്തികളാണ് രജിസ്ട്രേഷന് ലയബിൾ ആയിട്ടുള്ളതെന്നുള്ളതാണ്. സോ എവറി സപ്ലയർ മേക്കിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, എല്ലാ സപ്ലയറും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സപ്ലൈ ചെയ്യുന്ന എല്ലാ സപ്ലയേഴ്സ് എന്തിനും രജിസ്റ്റർ ചെയ്തിരിക്കണം. എല്ലാ സപ്ലയർ മീൻസ് അവരുടെ ആനുവൽ അല്ല അഗ്രിഗേറ്റ് ടേൺ ഓവർ, ഒരു ഫിനാൻഷ്യൽ ഇയറിലെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് 20 lakhനെ എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. പ്രൊവൈഡഡ് ദാറ്റ് ചില സ്പെഷ്യൽ കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്സിലാണെങ്കിൽ എന്താണ് ഈ ഒരു കണ്ടീഷൻ എന്താണ്, 10 lakh റുപ്പീനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 lakh റുപ്പീനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് ഉണ്ട്, ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ, മിസോറാം, സിക്കിം, മണിപ്പൂർ, അങ്ങനെ കുറച്ച് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സും പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്. ഓക്കെ, സോ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 23 ആണ്. അതിനകത്ത് പറയുന്നത് പേഴ്സൺസ് നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ, ഏതൊക്കെ പേഴ്സൺസ് ആണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടിയില്ലാത്തതെന്നുള്ളതാണ്. സോ ഇതിൽ ചില പേഴ്സൺസ്, ദോസ് പേഴ്സൺ ഈസ് എൻഗേജ്ഡ് എക്സ്ക്ലൂസീവ്ലി ഇൻ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ഇൻ ദ ബിസിനസ്, അങ്ങനെ വരുമ്പോൾ ആ കേസിൽ ചില എക്സ്ക്ലൂസീവ് കേസുകളിൽ എന്താണ് ഒന്നുകിൽ ഹോളി എക്സംപ്റ്റഡ് ആയിരിക്കും. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ നിന്ന് അവരെ എക്സംപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ചില അഗ്രികൾച്ചറലിസ്റ്റ് അവർക്കും ടു എൻ എക്സ്റ്റെൻറ്റ് എന്ത് ചെയ്യും, അവരെ എന്ത് ചെയ്യും, രജിസ്ട്രേഷനിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യുന്നു. അടുത്തെന്ന് പറയുന്നത് സെക്ഷൻ 24. സെക്ഷൻ 24 എന്ന് പറയുന്നത് കമ്പൽസറി രജിസ്ട്രേഷൻ ഇൻ സർട്ടൻ കേസസ് ആണ്. കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട സർട്ടൻ കേസസ് ആണ്. പിന്നെ ഒത്തിരി കേസസ് പറയുന്നുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് 2017 സെയിം പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് രണ്ടുമൂന്നെണ്ണം ഞാൻ പറയാൻ പറ്റാത്ത ഏതൊക്കെയാണ് കമ്പൽസറി വരുന്നത്. ഒന്ന്, പേഴ്സൺസ് മേക്കിംഗ് എനി ഇന്റർ സ്റ്റേറ്റ് ടാക്സിബിൾ സപ്ലൈ നടത്തുന്ന പേഴ്സൺസ്, അല്ലെങ്കിൽ നെക്സ്റ്റ് വൺ കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺസ് മേക്കിംഗ് ടാക്സിബിൾ സപ്ലൈ, ദെൻ പേഴ്സൺസ് ഹു ആർ റിക്വയർഡ് ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ്, ദെൻ നോൺ റെസിഡൻറ്റ് ടാക്സിബിൾ പേഴ്സൺസ് മേക്കിംഗ് ടാക്സിബിൾ സപ്ലൈ.
ജസ്റ്റ് ഒരു 4 എക്സാംസ് ആണ് പറഞ്ഞത്. എല്ലാം ഈ പ്രൊവിഷൻസ് എല്ലാം എന്താണ് CGST ആക്ടിൽ പറയുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് കേരള സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് 2017 അകത്ത് വരുന്ന കുറച്ച് കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ GST കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. GSTക്കകത്ത് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ GSTയുടെ മീനിങ് എന്താണെന്ന് പറഞ്ഞു, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എല്ലാത്തിനെയും കൂടി ചേർത്ത് ഒറ്റ ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. പിന്നെ നമ്മൾ ടൈപ്സ് പറഞ്ഞു. ടൈപ്സിനകത്ത് 6 മേജർ ടൈപ്സ് ആണുള്ളത്. അതായത് സ്റ്റേറ്റ് GST, സെൻട്രൽ GST, integrated GST and UT GST and GST on common cess ഉണ്ട്, ആൻഡ് ദെൻ IGST on import of goods ഉണ്ട്. അങ്ങനെ 6 ടൈപ്സ് ഓഫ് നമ്മൾ GST പറഞ്ഞു. പിന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, ഫ്രം 1974 to 2016 നമ്മൾ പറഞ്ഞു. ആൻഡ് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് പറഞ്ഞു, കാസ്കേഡിംഗ് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നു, ആൻഡ് അങ്ങനെ കുറേ ബെനിഫിറ്റ്സും ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കേരള സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ടിൻ്റെ കുറച്ച് മേജർ പ്രൊവിഷൻസും പറഞ്ഞു. സോ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ MCom ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. യു ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ സെക്കൻഡ് മോഡ്യൂൾ ഓഫ് GST ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി. അതിൻ്റെ സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ ഓൾമോസ്റ്റ് സിലബസിനകത്തുള്ള എല്ലാ ടോപ്പിക്സും നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ GST കുറിച്ചൊരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.